അപ്പൊ ഇതൊന്നും അറിഞ്ഞില്ലേ? എന്ത്? നിവിൻ, വാവ് മാൻ, എന്ത് രസാ നിവിൻ ഇങ്ങനെ കണ്ടോണ്ടിരിക്കാൻ. എന്റെ റോൾ അത് മറ്റാർക്കും ചെയ്യാൻ പറ്റില്ല, എല്ലാവർക്കും അറിയാം. ഭയങ്കര ചാമിങ് ആയിട്ടുള്ള, വളരെ സാധാരണയായിട്ടുള്ള ആരാധകർക്കിടയിൽ അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ട്. ദ ബോയ് നെക്സ്റ്റ് ഡോർ എന്ന് പറയില്ലേ, അതാണ് നിവിൻ. ഓൻ ചരിത്രം ആവർത്തിക്കുകയാണല്ലോ. എനിക്കൊരു കഴിഞ്ഞ കാലമുണ്ട്, ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു കാലം. ഭയങ്കര രസം നിവിന്റെ ക്യാരക്ടറും അഭിനയവും പെർഫോമൻസും. ജസ്റ്റിൻ എന്നാണ് പേര്. കിട്ടില്ല അതേപോലെ എത്ര നാളായി കണ്ടിട്ട്. ബദലയം കുടുംബ യൂണിറ്റ്, യു ബ്യൂട്ടി, വാട്ട് എ ഫിലിം. ഗിരീഷ് ഷെഡി വണ്ടർ, സച്ച് ആൻ എന്റർടൈൻമെന്റ്. അതായത് 2 മണിക്കൂർ 37 മിനിറ്റ് അദ്ദേഹം സൃഷ്ടിച്ചിരിക്കുന്ന ഈ ഒരു വേൾഡിനകത്തേക്ക് ആ കഥാപാത്രങ്ങളുടെ കൂടെ നമ്മൾ അങ്ങ് ഔട്ട് ഓഫ് ദ വേൾഡ് ആയി പോകും. അതുപോലത്തെ പടം എന്ത് രസാന്നറിയോ? കിട്ടിലം പടം. സീൻ ബൈ സീൻ അടുത്ത കാലത്തൊന്നും ഇത്രയും തിയേറ്ററിൽ നിന്ന് ചിരിച്ചൊരു സിനിമ പറയില്ല. ആരാണേലും ചിരിച്ചു. ഇന്നലെ വീട്ടിൽ ചെന്നിട്ട് ഞാനിത് ഓർത്ത ചിരിച്ചെന്നറിയോ? അതുപോലത്തെ എഴുത്താണ്, അതുപോലത്തെ ക്യാരക്ടേഴ്സ് ആണ്, അതുപോലത്തെ സിറ്റുവേഷൻസ് ആണ്. ഇതിന്റെ മൊത്തം സിനാരിയോ അങ്ങനെയാണ്. നല്ല മനുഷ്യൻ, ഞാൻ തെറ്റിദ്ധരിച്ചു. തിരിച്ചറിയാൻ വൈകിപ്പോയി സുഹൃത്തെ. ഒപ്പത്തിനൊപ്പം നമ്മുടെ മമിത ബൈജു. മമിത ബൈജു തമിഴ്നാട്ടിൽ പോയിട്ട് വിജയുടെ കൂടെ സൂര്യയുടെ കൂടെ ഒക്കെ ക്യൂട്ട്നെസ് കാണിച്ച് വെറുപ്പിക്കുന്നു. അതല്ല, അത് പണ്ട്. ഇപ്പൊ നീ പൊന്നല്ലടാ, തങ്കമല്ലേ, തനി തങ്കം. പ്രേമല് കഴിഞ്ഞതിന് ശേഷം ദ ബെസ്റ്റ് പെർഫോമൻസ് ഓഫ് മമിത ബൈജു. അതായത് ഒരു മേക്കപ്പ് പോലും ഇല്ല. അത് അഭിനയിക്കുമെന്ന് മനസ്സിലാവുകയില്ല, ഒരു സെക്കൻഡ് പോലും മനസ്സിലാവില്ല. അതുപോലത്തെ പെർഫോമൻസ്. എന്നെ കൊണ്ട് തോറ്റു. പിന്നെ നിവിനും മമിതയും കൂടെ ഉള്ള ഒരു കെമിസ്ട്രി, അത് എന്ത് രസം അറിയാം. സോ ഒരു ഗംഭീരമായിട്ടുള്ള തിയേറ്റർ എക്സ്പീരിയൻസ്, ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് കണ്ടുള്ള ഒരു സിനിമ. സംഭവം കിട്ടിയിട്ടുണ്ട്. സൂപ്പർ. ഗിരീഷ് ഷെഡി അൺഡൗട്ടഡ്ലി ദ ഫ്യൂച്ചർ ഓഫ് മലയാളം സിനിമ. നിന്നാണെന്നാ ഉള്ള പറയാല്ലേ, നീ പുലിയാണ് കേട്ടാ. ഇനി ഒരു തിരിച്ചു വരവുണ്ടാവില്ല ശശി. പോയി 6 അടിച്ചിട്ട് വാ.